السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لما تشفع آدم من ذنبه غفر الإله له وكان غفورا. وكذاك نوح في السفينة قد نجا بمحمد فاسأل بذاك خبيرا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, മുതഅല്ലിമീങ്ങൾ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിൻ്റെ ഭാഗമായ ഷഅർ മുബാറക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രദേശത്ത് നേരത്തെ ചില ആളുകൾ വന്ന് വസ്വാസുണ്ടാക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ നിർബന്ധിത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ സുന്നി പ്രവർത്തകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഉദ്ഘാടന പ്രസംഗം നടത്തി. ശേഷം ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദ് അവറുകളും പ്രസംഗിച്ചു. ഇനി ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ചോദ്യോത്തര സെഷനിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ദീൻ അത് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഇവിടെ നമുക്കറിയാം, ഷഅർ മുബാറക്ക് ഒരു വിവാദമാക്കേണ്ട വസ്തുവല്ല. മർക്കസു സഖാഫത്ത് സുന്നിയയിൽ 6 വർഷത്തോളമായി ഷഅർ മുബാറക്ക് എത്തിയിട്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബർക്കാത്തി സാദാത്യങ്ങൾ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് എത്തി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും ഉസ്താദുമാരും അതുപോലെ നമ്മളെല്ലാവരും അതിൽ വിശ്വസിക്കുകയും അതിനെ ബറക്കത്തെടുക്കുകയും ചെയ്തു പോന്നു. നാം ആരും അത് വിവാദമാക്കാൻ പോയിട്ടില്ല. ഈ അടുത്ത് ബഹുമാനപ്പെട്ട അഹ്മദ് ഹസ്രജി അദ്ദേഹം ഷഅർ മുബാറക്ക് കാന്തപുരം ഉസ്താദിന് ലക്ഷക്കണക്കിന് ആളുകളുള്ള മർക്കസിന്റെ സമ്മേളനത്തിൽ വിതരണം ചെയ്തു. അതും ഇവിടെ ആരും വിവാദമാക്കാൻ പോയിട്ടില്ല. ഇക്കാലം അത്രയായിട്ടും നിങ്ങൾ നോക്കൂ, എവിടെയെങ്കിലും ഒരു വിശദീകരണമോ മുഖാമുഖമോ സംവാദമോ നടത്തേണ്ടി വന്നിട്ടുമില്ല. പക്ഷേ ഈ അടുത്ത് 40 കോടിയുടെ ഒരു പള്ളി നിർമ്മിക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് ചില ആളുകൾക്ക് അവരുടെ ഹാലിളകുകയും അങ്ങനെ അതിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയതും. അപ്പോൾ നമുക്കും മറുപടി പറയുകയും സംവാദം നടത്തുകയും വേണ്ടി വന്നു എന്നതാണ്
ഈ വിവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. സഹോദരന്മാരെ, ആ ഇടയ്ക്ക് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഷൈർ മുബാറക്ക് സംരക്ഷണത്തിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി 40 കോടിയുടെ പള്ളി നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ അങ്കലാപ്പോടെ നോക്കിക്കാണുന്ന ആളുകൾ, നമുക്കറിയാം മുജാഹിദ് ജമാഅത്ത് ഈ ഭാഗത്ത് നമുക്ക് വിടാം, അവരെന്തായാലും അതിനെ സമ്മതിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശത്തെ അവരംഗീകരിക്കുകയും ചെയ്യുകയില്ല. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ചില ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ, SKSSFന്റെയും അതുപോലെ ചില വ്യക്തികളുടെയും മേൽവിലാസത്തിൽ ഷൈർ മുബാറക്കിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ 40 കോടിയുടെ പള്ളി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടത്തായിൽ എന്ന് പറഞ്ഞത് ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇത് പറയാൻ SKSSFനോ അല്ലെങ്കിൽ ആ അപ്പുറത്തുള്ള സംഘടനക്കോ യാതൊരു അവകാശവുമില്ല. കാരണം അവർ ഇവിടെ നോക്കൂ, നിങ്ങൾ SKSSFന്റെ കീഴിൽ ഒരു സത്യധാര കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് അതിന്റെ കീഴിൽ കേരളത്തിലേക്ക് ഞങ്ങളിതാ ഒരു ചാനൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഷെയർ വിരിച്ചത് 100-ലേറെ കോടി രൂപയാണ്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഒരു ചാനൽ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ SKSSFകാരന് 110 കോടി രൂപ പിരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് എന്താണ് ആ ചാനൽ? വന്നിട്ടില്ല, വരാനിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് അതിന്റെ റിയാലിറ്റി ഷോ നടന്നു. അതെങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയുമോ? പെൺകുട്ടികളെ അണിനിരത്തിയിട്ട് 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സമയവും അതുപോലെ അവസരവും നൽകിയിട്ട് ഇവിടെ മാമാങ്കം നടത്തുന്ന ആളുകളാണ്. ഷൈർ മുബാറക്കിനെതിരെ നിങ്ങൾക്ക് ഒരക്ഷരം മിണ്ടാൻ അധികാരമില്ലെന്ന് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പെൺകുട്ടികളെ പാട്ട് പാടിപ്പിക്കാനും, അപ്പൊ ഇത് സംബന്ധമായി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, പാട്ട് പാടാൻ വരുന്ന സ്ത്രീകൾ മുഖവും മുൻകൈയും അല്ലാത്തത് മുഴുവൻ മറച്ചിരിക്കണമെന്നാണ് നിബന്ധന. അപ്പൊ മുഖവും മുൻകൈയും മറച്ചാ പിന്നെ എന്തുമാകാമെന്നാണ്. ചാനലേറ്റ് വരി, അപ്പൊ ബാക്കി ഞങ്ങൾ പറഞ്ഞുതരാം. എന്ത് തോന്നിവാസവും ചെയ്യാം. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സ്ത്രീകളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നതിനും കുഴപ്പമില്ല, സ്ത്രീകളെ ഓഫീസിലിരുത്തുന്നതിനും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി പറയുന്നു, ഞങ്ങൾ അത്തരം തോന്നിവാസത്തിന് വേണ്ടിയല്ല ജനങ്ങളോട് പറഞ്ഞത്. ഈ നേരത്തെ ഉസ്താദുമാര് പറഞ്ഞ പോലെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷൈർ മുബാറക് ഒന്ന് കാണിക്കാൻ ഞാൻ നിങ്ങൾക്ക്. ബഹുമാനപ്പെട്ട അഹ്മദ് ഖദ്റജി മർക്കസിന്റെ ലക്ഷക്കണക്കിന് ആളുകളുള്ള സമ്മേളനത്തിൽ വെച്ച് അത് നൽകുന്നത് നിങ്ങൾ ഒന്നുകൂടി കാണുക. എന്തിനു വേണ്ടി? ഇതിപ്പോഴും ചില ആളുകൾ പറയുന്നുണ്ട് ഇത് രഹസ്യമായി കൊടുത്തതാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇനി ഇതിലേറെ പരസ്യമായിട്ട് എങ്ങനെ കൊടുക്കാൻ നമുക്ക് മനസ്സിലായിട്ടില്ല. ആ രൂപത്തിലാണ് കൊടുത്തത്. എന്തെല്ലാം കളവുകളാണെന്നറിയോ? ഇന്നലെ തൃശ്ശൂരിൽ ഒരു വിദ്വാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് മാത്രമാണ് ഇതിലുള്ളത്, ബാക്കി എല്ലാവരും എതിരാണ് എന്നാണ്. ചെറിയ ഉസ്താദ് പോലും എതിരാന്നാ പ്രസംഗിച്ചത്. നോക്ക് നിങ്ങൾ, പൊന്മള ഉസ്താദ് എന്തായാലും എതിരാന്നാ പറഞ്ഞു. അതൊക്കെ നിങ്ങളെ തോന്നലാണ് മക്കളെ, അത് നിങ്ങളിലുണ്ടാവും. സ്വന്തം അനുഭവം ഞങ്ങളുടെ മേൽ വെച്ച് കെട്ടേണ്ടതില്ല. കാന്തപുരം ഉസ്താദിന്റെയും താജുൽ ഉലമയുടെയും മണികൾ അവർക്കിടയിൽ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് ഈ സമയത്ത് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. അത് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. പൊന്മള ഉസ്താദ് ഇതിന്റെ ഈ വിശദീകരിക്കാൻ വേണ്ടി നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും പൊന്മള ഉസ്താദ് ഉണ്ട്. എന്നിട്ട് എന്തെല്ലാം പൊട്ടത്തരം പറഞ്ഞ് അങ്ങനെ. അപ്പൊ അതൊന്നും പറഞ്ഞ് വെറുതെ നോക്കൂ നിങ്ങൾ, മർക്കസിന്റെ സമ്മേളനം, ഞാൻ അതിനാണത് കാണിക്കുന്നത്. എല്ലാ ആലിമീങ്ങളും അവിടെ ഉണ്ട്, ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളുണ്ട്, അലി ജുമുഅയുണ്ട്, സർവപണ്ഡിതന്മാരുമുണ്ട്. എല്ലാവരെയും സാക്ഷി നിർത്തിയിട്ട് മർക്കസിന്റെ സമ്മേളനത്തിൽ അത് നൽകുന്നു. ആ രംഗം നിങ്ങളൊന്ന് കാണണം. അതിന്റെ സാന്നിധ്യത്തിൽ അനിർവചനീയ അനുഭൂതിയിൽ ആത്മനിർവൃതി അടയാനും സൗഭാഗ്യം ലഭിച്ചു. നിമിഷത്തിന് ആത്മീയ സാഫല്യത്തിന്റെ നൃത്തചൈതന്യത്തിന്റെ കാന്തപുരം ഉസ്താദ് അത് നൽകുന്നതിന്
അത് നൽകുന്നതിന് മുമ്പ് അവിടെ കൊടുത്ത സനദിൽ ഒപ്പുവെക്കുകയാണ്. അതിനുശേഷം അത് നൽകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. أكبر الله أكبر لا إله إلا الله على حبيبك للخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي مولاي صل. അങ്ങനെ പോകുന്നു അതിന്റെ രംഗം. ഞാനത് കാണിച്ചത് ഇത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഈ സംഭവം പല മാധ്യമങ്ങളിലൂടെയും അതേ സമയത്ത് കണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരന്മാരെ, ഷഹർ മുബാറക്ക് ഇത്രയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കൈമാറിയതാണ് നാം കണ്ടത്. എന്നിട്ടോ കഴിഞ്ഞ റബീഉൽ അവ്വലിന് നമുക്കറിയാം 10,000-കണക്കിന് ആളുകൾക്ക് മർക്കസിന്റെ, ഇവിടെ മർക്കസ് അടുത്ത സ്ഥലമാണല്ലോ, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും. നമ്മളെല്ലാവരും പോയി ഒരുപാട് ആളുകൾ ലൈൻ നിന്ന് വെള്ളം കുടിച്ചു. 5 കാശ് ഒരാളിൽ നിന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് എല്ലാവരും വെള്ളം കുടിച്ചു. അതിനു മുമ്പ് ചില ആളുകൾ അവർക്ക് മുടി കിട്ടിയിട്ടില്ല, ഷെയർ മുബാറക്ക് കിട്ടിയിട്ടില്ല, വെല്ലൂരിൽ നിന്ന് ഫ്രീ ആയിട്ട് വെള്ളം കൊടുന്ന് ഇവിടെ വിറ്റു. നിങ്ങൾ ചിന്തിക്കണം, അതിന് സനതും വേണ്ട, ഒന്നും വേണ്ട. നോക്കൂ നിങ്ങൾ, നമ്മളെ കാശ്മീർ ഒന്നും കൊണ്ടുപോവാ, അയാളാണ് ഷെയർ മുബാറക്കിന്റെ വെള്ളം ഇവിടെ വന്ന് വിറ്റ ആള്. നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതിനെ കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യമാണിത്. ഷെയർ മുബാറക്ക് ഇത്രയും ആളുകൾക്കിടയിൽ വെച്ച് ഉസ്താദിന് കൊടുത്തിട്ട് അതിന്റെ സനതാരും ചോദിച്ചിട്ടില്ല, അതാരും വിൽക്കാനും പോയിട്ടില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കാണിച്ച മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി റഹ്മത്തുള്ള ഖാസിമി പിന്നെ വിൽക്കുന്ന രംഗം ഒന്ന് കണ്ടോളൂ നിങ്ങൾ. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാവാട് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി 2 കുപ്പി വെള്ളം 25,000 രൂപ ഒന്നിന്, അങ്ങനെ 2 ആകുമ്പോ 50,000 രൂപ. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഇപ്പൊ സത്യത്തിൽ ഈ വിവാദം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, സനത് ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ പ്രതിരോധത്തിലാണ്. കാരണം എന്താ പറയുക, നടക്കാൻ വയ്യ. മൗലവിമാരോടൊക്കെ ചോദിക്കണം, അല്ല സനത് ഉണ്ടായാലേ ബർക്കത്തെടുക്കാൻ പറ്റുള്ളൂ എന്നല്ല നിങ്ങളെ വാദം. ഉറപ്പാണ്, അതിൽ തർക്കമൊന്നുമില്ല. സനത് ഉണ്ടായാലേ ബർക്കത്തെടുക്കാൻ പറ്റുള്ളൂ എന്നത് നേരത്തെ ഉസ്താദ് അവറുകൾ സൂചിച്ച പോലെ ഇബ്നു തൈമിയ്യക്ക് ശേഷം വന്ന ഈ വാദം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ചെറുശ്ശേരി എങ്ങനെ ദേശാഭിമാനിയിലെത്തിയത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ ഞങ്ങളെക്കുറിച്ച് അരിവാൾ സുന്നി എന്ന് പറഞ്ഞു, ഇപ്പോൾ അരിവാൾ ചെറുശ്ശേരി ആയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ചന്ദ്രികാ പത്രത്തിന്റെ പേജ് അനുവദിക്കാത്തത് കൊടുക്കാത്തത് കൊണ്ടാകണം മാധ്യമത്തിലും അതുപോലെ ദേശാഭിമാനിയിലും ഒക്കെ ലേഖനം എഴുതിയത്. പത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ പത്രത്തിലും പറയുന്നത്
സനദില്ലാതെ ഇത് ബറക്കത്തെടുക്കാൻ തന്നെ പാടില്ല എന്നാണ്. അപ്പൊ എന്തായാലും വിൽക്കാൻ പറ്റൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ നമ്മളോട് സനത് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഞങ്ങളെ കയ്യിൽ സനതുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ 50,000 വിറ്റ ആ ഷഹർ മുബാറക്കിന്റെ സനത് എവിടെ? ഇപ്പൊ അടുത്ത് കോഴിക്കോട്ട് ഇവരൊരു തുറന്ന സംവാദം നടത്തിയല്ലോ. തുറന്ന സംവാദം എന്ന പേരിൽ ഒരു നാടകം നടത്തി. അതില് ആദ്യ ഭാഗത്ത് കുറെ ആളുകളെ കൊണ്ട് അവരെന്നെ ചോദ്യം ചോദിപ്പിക്കുന്നുണ്ട്. കാന്തപുരത്തെ കുറിച്ച് എന്ത് വിധി പറയണം എന്നൊക്കെ ചോദിച്ച് രസിക്കുന്നുണ്ട്. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ചോദ്യം അതിന്റെ ഗൗരവത്തിലേക്ക് എത്തി. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ല സനത് വേണമെന്നല്ലേ നിങ്ങളെ അഭിപ്രായം? നമ്മൾ 50,000 റുപ്യക്ക് ബീജം 50,000 ലേലം ചെയ്ത ആ മുടിയുടെ സനതൊന്ന് വിശദീകരിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹാലഴകി. ഒരാൾ വന്നിട്ട് അത് തമിഴ്നാട്ടിലാന്ന് പറഞ്ഞ കാര്യം ഇവിടെ അല്ലേ വെള്ളം കൊടുത്തത്? വെള്ളം കൊടുക്കുന്നതിന് സനത് നോക്കണമെന്നല്ലേ ചെറുശ്ശേരി പറഞ്ഞത്? അപ്പൊ സനത് കാണാതെ അങ്ങോട്ട് പറയല. അവസാനം ചോദ്യം കൂടിയപ്പോ പറഞ്ഞു, അൽഹംദുലില്ലാ നമ്മുടെ മുഖാമുഖം വിജയിച്ചിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലി ഇത് പിരിച്ചുവിടുകയാണ് എന്ന് പറഞ്ഞ് ആ ചോദ്യത്തോടെ ആ മുഖാമുഖത്തിന്റെ കഥ കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. കോഴിക്കോട്ട് ഇവർ നടത്തിയ മുഖാമുഖത്തിന്റെ ഏറ്റവും അവസാനത്തെ രംഗം, അതുവരെയുള്ള ചോദ്യത്തിൽ മുഴുവനും ഞാനത് കേട്ടപ്പോൾ ഏകദേശം ഒരു 100 ക്ലിപ്പെങ്കിലും അതിന് ഉണ്ടാക്കേണ്ടി വരുന്നതാണ്. കാരണം ഓരോരുത്തർ വായ തുറക്കുമ്പോൾ ബാലുശ്ശേരി വായ തുറന്ന പോലെയാണ്, മുഴുവൻ ക്ലിപ്പാ. ഈ രൂപത്തിലാണ് സംഗതി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഒന്നെടുക്കുമോനെ അത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. എന്താണ് സംഭവം? കോഴിക്കോട്ടെ ഇവരുടെ സമ്മേളനത്തിൽ അവസാനം ചോദിക്കുന്നത് വെല്ലൂര് മുടിയിലെ സനതാണ്. അതോടെ അവരുടെ കാറ്റ് പോകുന്നു. കേൾക്കട്ടെ. കാസിമി ഉസ്താദ് വെല്ലൂർ വാക്കവ്യാസിന് കൊടുന്ന 2 കുപ്പി വെള്ളം 50,000 രൂപക്ക് വിറ്റതായിട്ട് നമ്മൾ എൽസിഡിയിൽ കാണാൻ കഴിഞ്ഞു. ആ റമദാ കാസിമി വെല്ലൂർ വാക്കവ്യാസിൽ നിന്ന് കൊടുന്ന വെള്ളത്തിന് ആ മുടിക്ക് അവിടുത്തെ മുടിക്ക് സനതുണ്ടോ? സനതുണ്ടെങ്കിൽ ആ സനതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനോട് പറയണം. ആ സനതൊന്ന് വായിക്കണം. വെല്ലൂർ വാക്കവ്യാസിലെ മുടിന്റെ സനതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനോട് അപേക്ഷിക്കണം. വെല്ലൂരിലെ മുടി എന്ന് മാത്രമല്ല, ലോകത്ത് മുസ്ലിങ്ങൾ അംഗീകൃതമായി പ്രശസ്തമായി സ്ഥിരീകരിച്ചു വരുന്ന പ്രധാനപ്പെട്ട മുടികൾക്കൊക്കെ അത് അഭിപ്രായ വ്യത്യാസമില്ലാതെ സുസമ്മതമായി തവാത്തുറൻ ഏകകണ്ഠമായി അംഗീകരിച്ച് പാരമ്പര്യമായി കൈമാറിപ്പോരുന്നതാണ്. ഒരു സംശയവുമില്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. കാന്തപുരം വിഭാഗം പോലും വെല്ലൂരിലെ മുടിക്ക് സനദില്ല എന്ന് പച്ചയായി പറയാൻ തയ്യാറാകില്ല. അതിനൊക്കെ പുറത്ത് വളരെ വ്യക്തമായ സനദ് വെല്ലൂരിൽ ആ മുടിക്ക് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വെല്ലൂരിൽ പോയി അന്വേഷിച്ചാൽ ആർക്കും അത് കണ്ടെത്താൻ സാധിക്കും. ഒരു സന്ദേഹവുമില്ലാത്ത വിധം പ്രകടമായി സനദ് അവിടെ ലഭ്യമാണ്. എന്റെ ഒറ്റ മിനിറ്റ് കണ്ണങ്ങള് അത് ആ LCD മറയരുതേ. പറഞ്ഞു കേട്ടോ, പൊട്ടപ്പോയത്തമാണ് ഇതിന് പറഞ്ഞത്. വെല്ലൂരിൽ പോയി അന്വേഷിച്ചാൽ കിട്ടും. എങ്ങനെയുണ്ട്? വെല്ലൂരിൽ പോയി അന്വേഷിച്ചിട്ട് അങ്ങനെയാണോ നിങ്ങൾ വിറ്റത്? മറുപടി പറയണ്ടേ? നമ്മൾ സമ്മതിക്കുന്നില്ലേ എന്നുള്ളതല്ല അതിന്റെ കാര്യം. നിങ്ങൾ പഠിപ്പിച്ച പുതിയ ഉസൂലെന്താ? ഞങ്ങളെ നയം ഉസ്താദുകൾ പറഞ്ഞു, പണ്ഡിതന്മാർ അവർ അംഗീകരിച്ചു പോരുന്നതാണെങ്കിൽ സനത് ചോദിക്കാൻ ഞങ്ങളെ പണിയല്ല. അതേ സമയത്ത് സനതുണ്ടായാലേ ബറക്കത്തെടുക്കാവൂ എന്ന പുതിയ ഒരു അടിസ്ഥാന നിയമം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ 50,000 വിൽക്കുന്നതിന് മുമ്പ് അതിന്റെ സനത് നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരുന്നു. അന്വേഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരൻ ചോദ്യം ആവർത്തിച്ചു. കേട്ടോളൂ, ഇനി ചോദ്യം ആവർത്തിക്കാൻ പോവാണ്. വെക്ക്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം, മർക്കസിലുള്ള മുടിക്ക് സനദില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് ആ വെല്ലൂർ ഭാഗവ്യാത്തിലെ സനതൊന്ന് വായിക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. അതെ, ചോദ്യം വളരെ സ്പഷ്ടമായി മനസ്സിലായിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ള ഒരു മുടിക്ക് കേരളത്തിൽ വെച്ചാണ് ഇപ്പോൾ സനത് ചോദിക്കുന്നത്. അതേ സമയത്ത് കോഴിക്കോട്ട് കാരന്തൂരിൽ ഉള്ള ഒരു മുടിയുടെ സനത് തിരിച്ചു ചോദിച്ചതിന് തമിഴ്നാട്ടിലെ മുടിക്ക് കേരളത്തിൽ വെച്ച് സനത് ചോദിക്കണമെന്നല്ല, തമിഴ്നാട്ടിലേക്ക് വാ, അവിടെ വെച്ച് കൃത്യമായി നമുക്ക് സനത് വായിക്കാം. അതേ സമയത്ത് കോഴിക്കോട്ടുള്ള മുടിക്ക് കേരളത്തിൽ വെച്ച് തന്നെ സനത് വായിക്കണം. അതിന് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടോ കർണാടകയിൽ പോയിട്ടോ അല്ല ഇവിടെ സനത് അന്വേഷിക്കുന്നത്. ഈ മഹത്തായ പരിപാടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജൈത്രയാത്രയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംവാദമായി മാറിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനം നന്ദി പറയാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ ഈ കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു അതിന്റെ കാര്യം.
എവിടെ ആ ചോദ്യകർത്താവിന് ചോദ്യം ഇനി ബാക്കിയില്ലേ? നിങ്ങൾ സനതുണ്ടായാലേ ബർക്കത്തെടുക്കാവൂ എന്ന നിങ്ങളെ ഉസൂലിനെ ഞങ്ങളുടെ ചെറിയ പ്രവർത്തകർ തന്നെ നിങ്ങളെ മുഴുവനും മുന്നിലിരുത്തിയിട്ട് ചോദ്യം വന്നപ്പോ അവസാനം നന്ദി പറയാൻ വേണ്ടി ക്ഷണം വന്നുപോയി. ഈ മുഖാമുഖം അങ്ങനെയുള്ള മുഖാമുഖം അല്ല എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ പേടിച്ചോടുന്നവരല്ല, ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണ് എന്ന് ആവർത്തിച്ച് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ടോ ഇതിപ്പോ അതല്ല രസം, ഇവര് പറഞ്ഞു കുടുങ്ങിയതാണ്. ഇപ്പൊ ഇവര് നടക്കാൻ വയ്യ, എല്ലായിടത്തും സനത് ചോദിക്കാൻ, എല്ലാത്തിനും സനത്. നോക്കുമ്പോ അപ്പുറത്തെ സെക്രട്ടറിക്ക് തന്നെ സനതില്ല. കാരണം മൂപ്പര് സനത് എടുക്കാൻ ഒരു സ്ഥാപനത്തിലും പോയിട്ടില്ല അത്രേ. മൂപ്പര കാര്യം തന്നെ ബേജാറാ. അപ്പൊ നോക്ക് നിങ്ങൾ, സനത് കൊണ്ടാകെ അടങ്ങാറായി പോയി. ഞങ്ങള് ഇവിടെ കീശേരിക്കടുത്ത് ഈ വിഷയത്തിൽ ഒരു വ്യവസ്ഥ നടന്നല്ലോ. വ്യവസ്ഥ നടന്നപ്പോ ഇവരോട് ഇതേ പണി പറഞ്ഞു, ഒരു പാലം, ആ പാലിട്ടാൽ അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം. സനത് വേണം എന്നാണ് നിയമമെങ്കിൽ അത് എല്ലാവർക്കും നിയമം തന്നെ. എപി ഉസ്താദിന് ഒരു നിയമം, നിങ്ങൾക്ക് ഒരു നിയമം, അത് നടക്കൂല. സനത് വേണമെങ്കിൽ എല്ലാവർക്കും വേണം, വേണ്ടെങ്കിൽ ആർക്കും വേണ്ട. ഞങ്ങളെ സനത് ഞങ്ങൾ കൊണ്ടുവരാ, നിങ്ങളെ സനത് നിങ്ങളും കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോ അപ്പുറത്തുള്ള മധ്യസ്ഥൻ ഒരു ബാക്കവിയാണ്. ഒരാൾ എന്നിട്ട് പറഞ്ഞു, ഞാൻ വെല്ലൂരിൽ പഠിച്ച ആളാണ്, അവിടുന്ന് ഞാൻ ആ ഷാറൂം പാർക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന് സനതുണ്ട്, കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇയാൾ പറഞ്ഞു, അത് കാണേണ്ട ആവശ്യമില്ല, അത് കാണാതെ തന്നെ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ. അപ്പൊ ഇയാൾ ചൂടായി, അൽഹംദുലില്ലാ പറയാൻ പാടില്ല. അപ്പൊ അൽഹംദുലില്ലാ പറയാൻ പാടില്ല. ഒന്ന് കണ്ടോളൂ നിങ്ങൾ. നമ്മളെ വ്യവസ്ഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. ഒരു മിനിറ്റ്, ആ കാണുന്ന ആ സാധനത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇയാള് EK വിഭാഗത്തിന്റെ അവിടുത്തെ വലിയ നേതാവാണ്. ഇയാളാണ് മധ്യസ്ഥൻ. അപ്പുറത്ത് നമ്മളെ മധ്യസ്ഥനുണ്ട്. അപ്പോ ഈ വാദപ്രതിവാദം വഴിത്തിരിവിലെത്തിയപ്പോ ഇയാൾ എഴുന്നേറ്റ് പറയാനുള്ള സാഹചര്യം നമ്മൾ പറഞ്ഞു, മർക്കസിലെ സനത് ഞങ്ങൾ കൊണ്ടുവരാം, എല്ലാ രേഖയും കൊണ്ടുവരാം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിറ്റതിന്റെ സനത് നിങ്ങളും ആവുകയാണല്ലോ, ഞമ്മക്ക് മാത്രം പണി, നിങ്ങൾക്ക് പണിയില്ല, ഞങ്ങൾ ഖബറില് നിങ്ങൾ മുങ്കറിനക്കീര, അതൊന്നും നടക്കൂല, അത് അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ അവസാനം ഇയാൾ എഴുന്നേറ്റ് പറഞ്ഞതാണ്, അത് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാൻ. ഒന്ന് വയലുന്ന രംഗം ഒന്ന് കണ്ടോളൂ നിങ്ങൾ. വെക്ക് തയ്യാറാണ് എന്നാ പിന്നെ നമ്മളെ തയ്യാറാണ് ആ വിഷയം അതവിടെ എഴുതുക. പിന്നെ വേലൂര മുടിക്ക് സനദില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഒക്കെ വേലൂര്, അതേപോലെ വേലൂര് ബാക്കിയാത്തിൽ പഠിച്ച എല്ലാ മൂല്യന്മാരും ആ മുടി ഒരു പക്ഷേ കണ്ടുണ്ടാവും, ഇല്ലേ കണ്ടുണ്ടാവില്ല. ഞാൻ വേലൂര് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ലത്തീഫിയെ പോയിട്ട് മുടി കണ്ടിട്ടുണ്ട്, അവിടുത്തെ മുടിക്ക് സനതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേ സമയത്ത് നമുക്ക് സനത് നോക്കുന്ന ആവശ്യമില്ലല്ലോ. വേലൂര് മുടിക്ക് സനദില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഒക്കെ വേലൂര്, അതേപോലെ വേലൂര് ബാക്കിയാത്തിൽ പഠിച്ച എല്ലാ മൂല്യന്മാരും ആ മുടി ഒരു പക്ഷേ കണ്ടുണ്ടാവും, ഇല്ലേ കണ്ടുണ്ടാവില്ല. ഞാൻ വേലൂര് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ലത്തീഫിയെ പോയിട്ട് മുടി കണ്ടിട്ടുണ്ട്, അവിടുത്തെ മുടിക്ക് സനതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേ സമയത്ത് നമുക്ക് സനത് നോക്കുന്ന ആവശ്യമില്ലല്ലോ. അൽഹംദുലില്ലാ പറയണ്ട, ഒരിക്കലും പറയണ്ട. ഇതൊരു വിജയമായി എഴുതാൻ പറ്റും, അതല്ല അൽഹംദുലില്ലാ പറയണ്ട, അങ്ങനല്ല. ഇതൊരു മധ്യസ്ഥന സംസാരിക്കുന്നത്. അൽഹംദുലില്ലാ പറയണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടതാടാ. വെല്ലൂരിലെ സനത് നോക്കേണ്ട ആവശ്യമില്ല, ഉണ്ട് എന്ന് അറിഞ്ഞാൽ മതി. അതെവിടുത്തെ നിയമമാണ്? അതേത് ഉസൂലിന്റെ കിതാബിലാ ഉള്ളത്? നിങ്ങൾ പറയണം, മർക്കസിൽ ഒരു നിയമം നിങ്ങൾക്ക് ലേലം ചെയ്യാൻ ആ നിയമമില്ല അല്ലേ? അത് ഞങ്ങളെ മുമ്പിൽ നടക്കൂല. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതിനെ പൊളിച്ച് കയ്യിൽ തരുമ്പോൾ ഒരു സംശയത്തിനില്ല. ഇനി സഹോദരന്മാരെ, ഇതിന്റെ പിന്നിൽ അസൂയയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതൊന്നുകൂടി ഞാൻ ഇവിടെ തെളിയിക്കാം. കൊണ്ടുപോവാ മോനെ നമ്മളെ കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന പുതിയൊരു സാധനം ഉണ്ടല്ലോ, അഷ്റഫ് ഫൈസി. അയാൾ പ്രസംഗിക്കുന്ന പച്ച നുണ. ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ആദ്യം തന്നെ ഒരിക്കലും ഞങ്ങൾ ഈ ഷഹർ മുബാറക്കിനെ വിമർശിച്ചിട്ടില്ല, മർക്കസിൽ വന്ന ഉടനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അടുത്ത റബീഉൽ അവ്വലിലാണ് ഞങ്ങൾ ഇതിനെ വിമർശിക്കാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു. എന്നിട്ട് അതിന്റെ നേരെ എതിര് ഞാൻ വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കാൻ പോവാണ്. ഇയാൾ കോട്ടക്കലിൽ വെച്ച് പറഞ്ഞതാണ്. വെക്ക്, ഇവിടെ മർക്കസിൽ ഒരു മുടി കൊടുത്തു എന്നതുകൊണ്ട് ഞങ്ങളൊരു പൊറുതികേടും കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട എന്താ?
ജനുവരിയിൽ സമ്മേളനം കഴിഞ്ഞു. സമ്മേളനം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുടിയുടെ കാര്യം ഞങ്ങൾക്ക് അറിയാലോ. അതിന് മുമ്പ് മുടിയുണ്ട് എന്ന് പറഞ്ഞ് സനത് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. എന്നാ ഞങ്ങൾ അപ്പൊ തന്നെ പൊറുതികേട് കാണിക്കണം. ഇതെന്താ സനത് നിങ്ങൾക്ക് മുടി കിട്ടിയേ, അത് പറ്റൂല എന്ന് പറഞ്ഞ് ഞങ്ങൾ ബഹളം വെക്കണം. ബഹളം വെച്ചില്ല. എന്തുകൊണ്ടെന്നാൽ UAE-യിലുള്ള ചില സ്നേഹിതന്മാർ, ചങ്ങാതിമാർ, വിശ്വസ്തരായ ചില ആളുകൾ പറഞ്ഞിരുന്നു അവിടെ ഹസ്രജി ഫാമിലിയിൽ ഒരു റസൂലുള്ളാഹിന്റെ ഒരു മുടി പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് എത്ര എണ്ണവും കണ്ണൊന്നും അറിയില്ല. ഈ വിവരം പറഞ്ഞപ്പോൾ അമീദ് ഫൈസിയെ പോലെയുള്ള ആളുകൾ അവരുടെ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട് ഹസ്രജി ഫാമിലിയിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് നേരെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുന്നു. അത് അവിടെ ഉണ്ട് എന്നും ഇവിടെ കൊടുത്തു എന്നും ഞങ്ങൾ മനസ്സിലാക്കി. എന്നാൽ മർക്കസിൽ കൊടുത്തതിന് ശേഷമുള്ള റബീഉൽ അവ്വലിൽ പിന്നെ അവിടെ പ്രദർശിപ്പിച്ചു. അപ്പോഴാ ഡൗട്ട് വന്നത്, അതെങ്ങനെയാ ഇവിടെ കൊടുത്ത മുടി അവിടെ പ്രദർശിപ്പിച്ചു? അപ്പോഴാ മനസ്സിലായത് ആ ഫംഗ്ഷന്റെ ക്ലിപ്പിംഗ് നിങ്ങൾ ഇപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? 4 കളവാണ് അതിലുള്ളത്. ഒറ്റ ശ്വാസത്തിൽ 4 കളവാണ്. ഒന്നാമതായി അയാൾ പറഞ്ഞു, ഞങ്ങൾ ഇതിനെ മർക്കസിൽ കിട്ടിയ ഉടനെ എതിർത്തിട്ടില്ല. പച്ച നുണയാണ്. നേരത്തെ ഷായർ മുബാറക് കിട്ടിയപ്പോൾ എതിർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ മർക്കസിന്റെ സമ്മേളനം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം പട്ടിക്കാട്ട് സമ്മേളനമായിരുന്നു. അതിൽ വെച്ച് തന്നെ ഇവർ പറഞ്ഞു പുതിയൊരു മുടി വന്നിട്ടുണ്ട് അത്രേ, അത് സ്വപ്നം കണ്ടിട്ടാണ് വന്നത്, അതോടെ പോയി അതിന്റെ കാര്യം പറഞ്ഞതാണ്. അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ഇവർ പറഞ്ഞല്ലോ എന്ത്, പിറ്റേ റബീഉൽ അവ്വൽ വന്നപ്പോ, അടുത്ത റബീഉൽ അവ്വൽ വന്നപ്പോ ഞങ്ങൾ അബൂദാബിയിൽ ചെന്നു. അപ്പൊ അവിടെ വീണ്ടും ഈ മുടി പ്രദർശനമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയമായത്. അതും വെറുതെയാണ്. ഇവര് നേരത്തെ അവിടെ പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒന്നിലധികം മുടി ഹദ്റജിയുടെ സമീപത്തുള്ളത് ഇവർ അറിയുകയും ചെയ്യും. അത് ഞാനിവിടെ കേൾപ്പിക്കാൻ പോവാണ്. നിങ്ങൾ ഓരോന്ന് മനസ്സിലാക്കിക്കോ. ഇനി അമീദ് ഫൈസി ഒന്ന് വരും. അയാൾ പറയുന്നതും പട്ടിക്കാട് വെച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്നാ മൂപ്പര് പറയുന്നത്. വെക്ക്. ആ കാന്തപുരത്തിന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ മുടി തന്നെ കൈമാറി. എന്തായി സംഭവിച്ചത്? സ്വാഭാവികമായി എന്നോട് പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദെ അതിനെ എതിർത്ത് പ്രസംഗിക്കണം തന്നു. ഞാൻ പറഞ്ഞു എതിർത്ത് പ്രസംഗിക്കാൻ പറ്റൂല, അതിനെക്കുറിച്ച് പഠിക്കണം, കാരണം അങ്ങനെ മുടി ഉണ്ട് ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് പറഞ്ഞു. നമ്മുടെ സത്യസന്ധതയാണത്. പിന്നെ എന്താ പറഞ്ഞേ? പട്ടിക്കാട് സമ്മേളനത്തില് കുട്ടികൾ പറഞ്ഞു ഒരു മുടി വന്നിട്ടുണ്ട്, അതിനെതിരെ പ്രസംഗിക്കണം. അപ്പൊ നിങ്ങൾ ഈ കുട്ടികളൊക്കെ പഠിപ്പിച്ച് വരുത്തിയ ഒരു രൂപം നോക്കുങ്ങൾ. ഷായർ മുബാറക് വന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇയാളോട് പറഞ്ഞില്ല അതിനെതിരെ പ്രസംഗിക്കണം. എന്നിട്ട് അയാൾ പറഞ്ഞ എന്താ, നമ്മളങ്ങനെ പറഞ്ഞില്ല എന്ന്. കാരണം അത് നമ്മളെ സത്യസന്ധതയാണ്, നല്ല സത്യസന്ധതയാണ്. ഇയാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇയാൾ പറഞ്ഞെന്താണെന്നറിയോ? സ്വപ്നം കണ്ടിട്ടാണ് വന്നു എന്നാ കേട്ടത്. അപ്പൊ തന്നെ പോയി അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. ആര് പറഞ്ഞിട്ടില്ല. മർക്കസിന്റെ സമ്മേളനം കഴിഞ്ഞു. അസൂയയല്ലാതെ ഇതിന്റെ ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. ഒന്ന് വെക്കുമോനെ, നമ്മളെ അതിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നേരിട്ട് അവർ CD ഒന്നും പുറത്തിറക്കലില്ല. ഇപ്പോ ദാറുൽ ഹുദന്റെ സമ്മേളനം കഴിഞ്ഞു, ഇന്ന് വരെ അതിന്റെ CD ആരും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അന്ന് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. ഏതായാലും അതിന്റെ CD ഒന്നും പുറത്തിറക്കാത്തതുകൊണ്ട് അത് അന്ന് നമ്മൾ പിടിച്ച ഓഡിയോ ചേന്നമംഗല്ലൂരിൽ എന്റെ പ്രസംഗത്തിൽ ഞാനത് കേൾപ്പിച്ചിരുന്നു. ആ ശബ്ദമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. കേട്ടോളൂ. പട്ടിക്കാട്ടെ ഈ അമ്പലക്കടവിന്റെ പ്രസംഗത്തിൽ ഒന്നാമത്തെ മുടി അവിടെ ഉണ്ട്, രണ്ടാമത്തെ മുടിച്ച സ്ഥലത്ത് ഞാൻ പോയി. അവരുടെ ഒന്നാമത്തെ മുടിച്ച സ്ഥലത്തേക്ക് പോയി ആളുകളൊന്നും വിശ്വസിക്കാനില്ല. മാത്രമല്ല, ഞാൻ രണ്ടാമത്തെ മുടിനെ കുറിച്ച് ഞാൻ പറയുകയില്ല. രണ്ടാമത്തെ മുടി കൈമാറിയ അറബ് സഹോദരൻ കൃത്യമായി എന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് സമർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ട് പേരോട് അക്രമ പെട്ടാളുകളൊക്കെ വിശദീകരണം. ഈ മുടി എങ്ങനെയാണ് വെളുത്തിയെന്ന് നിങ്ങൾക്ക് അറിയോ? ആ വിശദീകരണം ഈ മുടിയുടെ എത്തിയതിൽ മഹാനായ അറബ് സഹോദരന് മദീന മുനവ്വറയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാന്തപുരത്തിന് കൊടുക്കണം. ഈ സ്വപ്നം കാണിച്ചിട്ടുള്ളതാണ്. അപ്പത്തിന് പോയത് കണ്ടോ നിങ്ങള്? അപ്പൊ തന്നെ പോയി അതിന്റെ കാര്യം. സ്വപ്നം കണ്ടപ്പോൾ തന്നെ പോയി അതിന്റെ കാര്യം എന്നാ പറഞ്ഞത്. സ്വപ്നം കാണാൻ പാടില്ലത്രേ. പണ്ട് കൃഷ്ണൻകുട്ടി നായർ ശംസുൽ ഉലമനെ സ്വപ്നം കണ്ടൊരു കഥ ഉണ്ട്. കൃഷ്ണൻകുട്ടി നായർ. അപ്പൊ അതിന് നമ്മളെ കോഴിക്കോട്ട് മുഖാമുഖത്തിൽ ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയൂ? അത് സ്വപ്നം കാണാം, കാരണം സ്വാലീങ്ങളായ ആളുകൾ കാണുന്ന സ്വപ്നമൊക്കെ നമുക്ക് തെളിവാക്കാന്നാ.
അപ്പൊ കൃഷ്ണൻകുട്ടി നായർ കണ്ട സ്വപ്നം സ്വാലിഹീങ്ങളായ ആളുകൾ കണ്ട സ്വപ്നമാണ് എന്നാണ് ഇവർ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഞാനിത് കാണിക്കും. നിങ്ങൾ ചിന്തിച്ചോ. അപ്പൊ ഇവിടെ ഈ നുണയെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒറ്റ കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇപ്പോ ഈ പട്ടിക്കാട്ട് എതിർത്തു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ഞങ്ങള് നേരത്തെ നമ്മളെ കണ്ണാടിപ്പറമ്പ് അയാൾ പറഞ്ഞ് നിങ്ങൾ കേട്ടു, ഞങ്ങള് അടുത്ത റബീഉൽ അവ്വലിലും ആ മുടി അവിടെ ഉണ്ട് എന്നറിഞ്ഞു. അങ്ങനെ ഒരു അന്വേഷണം നടത്തി. അപ്പോഴാണ് മനസ്സിലായത് സത്യത്തിൽ മുടി ഒന്നല്ല പലതുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അന്നാണ് എന്നല്ലേ ഇയാൾ പറഞ്ഞത്. പച്ച നുണ പറഞ്ഞതാണ്. ഇവര് 2009 തന്നെ ഈ ഷഹർ മുബാറക്ക് കിട്ടാൻ വേണ്ടി ഇവര് ശ്രമം നടത്തിയിട്ടുണ്ട്. എന്റെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളോടും പറയുന്നു, ഷഹർ മുബാറക്ക് 6 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കിട്ടിയപ്പോ ഇവർക്കും തോന്നി ഞമ്മക്കും ഒരു ഷഹർ മുബാറക്ക് കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ഹസ്രജിന്റെ അടുത്തുണ്ട് എന്ന് അവർക്ക് അറിയും ചെയ്യാം. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മെല്ലെ പോയി എങ്ങോട്ട് അബുദാബി പോയി. അബുദാബി പോയിട്ട് ഹസ്രജിയോട് പറഞ്ഞു, 2009 നിങ്ങൾ മനസ്സിലാക്കണം. 2009 ഇവർ പോയി. അപ്പൊ ഹസ്രജി ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ വന്നത്? ഞാൻ ഫ്ലൈറ്റിന്. എന്നാ അടുത്ത ഫ്ലൈറ്റിന് അങ്ങോട്ട് തന്നെ പോയിക്കോളൂ, സാധനം തരൂലട്ടോ എന്ന് പറഞ്ഞു. തിരിച്ചു പോന്നു. അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ഇത് വ്യാജമാണെന്നും ഇത് ശരിയല്ലെന്നും ഇവർ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. കൊണ്ടുപോവാനെ നമ്മളെ ഹലവിക്കുട്ടി ഹുദവിയെ ആ സാധനത്തെ നിങ്ങളൊന്ന് കണ്ടോ. ഇയാൾ ആരാളെന്നറിയൂ? ദാറുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ ദാറുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇയാൾ, സഹോദരന്മാരെ നിങ്ങൾക്ക് കാണാം, നേരെ അബുദാബിയിൽ ചെന്നു, ചോദിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് വ്യാജമാണ്. കേട്ടോളൂ, അലവിക്കുട്ടി ഉദവി തന്നെ ആ അനുഭവം പറയുന്നു. അബുദാബിയിൽ പോയ കഥയൊക്കെ അദ്ദേഹം പറഞ്ഞു തരും, നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് തെളിയിക്കപ്പെടണം. അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിലേക്ക് പറയുന്നു. ഞാൻ അതിലേക്ക് തിരിച്ചു വരാൻ സമയം ചുരുക്കമായതുകൊണ്ട് അങ്ങനെ അവിടെ മുടിയുണ്ട്. റസൂലുള്ളാഹിന്റെ മുടി അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഹസ്രജി കുടുംബത്തിൽ ഈ അഹമ്മദുൽ ഹസ്രജി കേരളത്തിലൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവർ അവതരിപ്പിക്കൊന്നുമല്ല. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മുമ്പ് ഇസ്ലാമിക് അക്കാദമി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അന്തരിച്ചു പോയ ഹസ്രജി, പിതാവായ ഹസ്രജി, വഖാഫിന്റെ മിനിസ്റ്ററായിരുന്ന ഹസ്രജി ഒരു സമ്മേളനത്തിൽ ദാറുൽ ഒരു സമ്മേളനത്തിൽ പട്ടിക്കാട് ജാമിഅ പങ്കെടുക്കാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ യാത്രയിൽ അനുഗമിച്ചിരുന്നു ഈ അഹമ്മദുൽ ഹസ്രജിയും. ഈ അഹമ്മദുൽ ഹസ്രജിയും ദാറുൽക്കെ വന്നിരുന്നു. അത് ശരി. അപ്പൊ പഴയ ആളെ തന്നെയാണ് സംഭവം. ആളുഷാറാ. ഇപ്പൊ പറഞ്ഞെന്താ നിങ്ങൾക്ക്? ഹാസിമി പറഞ്ഞത് അഹമ്മദ് ഹസ്രജി നമ്പർ 1 കള്ളനാണ്. നിങ്ങൾ ചിന്തിക്കണം, ഒരു തെറ്റും ഹസ്രജി ചെയ്തിട്ടില്ല. ഉസ്താദിന് ഷഹർ മുബാർക്ക് കൊടുത്തു എന്നതല്ലാതെ. അന്ന് മുതൽ ഹസ്രജി കള്ളനായി. എന്നിട്ട് അയാൾ അനുഭവം പറയട്ടെ, കേട്ടോളൂ, അനുഭവത്തിലേക്ക് വരട്ടെ. പക്ഷെ അങ്ങനെ റസൂലുള്ളാഹിന്റെ മുടി കൈവശമുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹം പറയില്ലേ? വിദ്യാർത്ഥികളുമായോ ഞങ്ങളുടെ അഭിവന്ദരായ ഉസ്താദുമാരുമായോ മറ്റു ഉസ്താദുമാരുമായോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു തെളിവ് പറയൽ. ഒരാളൊരു പരിപാടിയിലേക്ക് പോയിട്ട് ഷഹർ മുബാറക്കുള്ള വിവരം പറഞ്ഞില്ലെങ്കിൽ അതിലില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോ AP ഉസ്താദ് അമേരിക്കയിലൊന്ന് പോയി സങ്കല്പിക്കുക. അവിടെ പോയപ്പോൾ ഉസ്താദ് ആരോടും പറഞ്ഞില്ല മർക്കസിൽ ഇങ്ങനെ ഒരു ഷഹർ മുബാറക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണെന്ത്? അവിടെ പറയാത്തോണ്ട് സാധനമില്ല. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒന്നല്ലോ, ഞങ്ങളിവിടെ 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞങ്ങൾക്ക് ഭാര്യയും കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളെന്ത് മനസ്സിലാക്കണം? ഓൽക്ക് അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ പറയില്ലേ? ഇതെന്ത് ദലീലാടോ? ഈ കോലത്തിലാ നിങ്ങൾ ദലീല് പറയല്? ഇനി പറയട്ടോ. പറയില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് വന്നു ചേർന്ന മുടിയാണ് എന്നുള്ളതിന് 101% തെളിവുകൾ ഇവിടെ എമ്പാടുണ്ടെന്നർത്ഥം. അങ്ങനെ ചുരുക്കി പറയും, മുടി ഉണ്ട് എന്ന് കേട്ടു, നമ്മളത് ബർക്കത്ത് മുടി ഉണ്ടെങ്കിൽ അത് കാണണം, അത് ബർക്കത്തെടുക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെ ആ ദുബായ് അബുദാബിക്ക് പോയത് കൃത്യമായി ഓർക്കുന്നുണ്ട്. അപ്പൊ സനത് വേണ്ടേ മുസ്ലിയാരെ? ദുബായിൽ നിന്നാണ് പോലെ അബുദാബിക്ക്. സനതല്ലേ നിങ്ങൾ ആദ്യം നോക്കേണ്ടിയിരുന്നത്? സംഭവം ഒരുപാട് ഓർമ്മയുടെ വിസ്മൃതിയുടെ മാറാളക്കെട്ടുകളൊന്നും കെട്ടാൻ സമയമായിട്ടില്ല. വർഷങ്ങൾ മാസങ്ങളെ ആയിട്ടുള്ളൂ. 2009. അപ്പൊ 2009 അവിടെ പോയിട്ടുണ്ട്.
നീ അയാൾ പറയുന്നത് ഒന്നിലധികം മുടി ഉണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടോ കണ്ണാടിപ്പറമ്പ് പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലായത് നുണ പറയുന്നവരെ ഹബീബ് പറഞ്ഞ വാചകം എത്ര സത്യമാണ്. സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂൻ സ്വദഖത യാ റസൂലല്ലാഹ്. അവസാന കാലത്ത് വരുന്ന പാച്ചക്കള്ളം പറയുന്ന നുണ പറയുന്ന കദ്ദാബീങ്ങൾ. സഹോദരന്മാരെ, ബാക്കി പറയുന്നത് കേട്ടോ അനുഭവം കേട്ടോ. ഞങ്ങൾ നോമ്പ് തുറ ദുബൈയിൽ നിന്ന് കഴിഞ്ഞ് അബുദാബിയിലേക്ക് ഞങ്ങൾ പോയി. 2 വണ്ടിക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ പോയ ആൾക്കാരെ പേരൊന്നും ഇവിടെ പറയുന്നത് പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാനത് മുതിരിയല്ല, ഒക്കെ ഉണ്ടായതാണെന്നർത്ഥം. അങ്ങനെ ഞങ്ങൾ പോയി. ഇശാ നിസ്കാരത്തിന് ഞങ്ങൾ കുറച്ച് മസ്ബൂക്കങ്ങളായിട്ട് ആ പള്ളിയിലെത്തി. ഇശാ നിസ്കാരം തറാബിഹോട് നിർവഹിച്ചു. അത് കഴിഞ്ഞ് വളരെ സുന്ദരമായൊരു മജ്ലിസിന്റെ സദസ്സാണ്. മജ്ലിസിന്റെ സദസ്സ് പോട്ടെ, ബാക്കി ആ മജ്ലിസിന്റെ സദസ്സിൽ അങ്ങ് എത്തിച്ചേരുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഒന്നൊന്നുമല്ലോ കുറച്ച് ഉണ്ടിട്ടോ എന്ന് നേരത്തെ ആ പ്രദർശന വേളയിൽ പങ്കെടുത്ത ചില ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ ഒന്നിലധികം ഉണ്ടെന്ന് മനസ്സിലായി. ഇതിന് ബാക്കി പറയാം. ഞാൻ അപ്പോൾ തന്നെ ശ്രമം നടത്തി ഇന്ന് ഒന്നെങ്കിലും നമുക്ക് കിട്ടുമോ. അപ്പൊ സനത് വേണ്ട. ഒന്നിലധികം മുടി ഉണ്ടായപ്പോ നിങ്ങൾ എങ്ങനെയാ ചോദിച്ചത്? ഉണ്ടാവൂ, എന്തേ ഇപ്പൊ നിങ്ങൾക്ക് പറ്റിപ്പോയത് എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് ഞാൻ കെഞ്ചി നോക്കി എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്. കെഞ്ചി നോക്കി അറിഞ്ഞാൽ വളരെ താഴ്മയോടെ ചോദിച്ചു എന്നാണെങ്കിൽ അത് ശരിയുമാണ്. രണ്ടും അയാൾ തന്നെ പറയുന്നു കേട്ടോ. ഞാൻ ശ്രമം നടത്തി, നിഷേധിക്കേണ്ട കാര്യമല്ല. അതിനാ എന്നെ പറ്റി ഇവിടെ ഒരുപാട് പറഞ്ഞിടുന്നു. ഇപ്പൊ ഈ പറയുന്ന മറുപടിക്കാരത്തെ പറഞ്ഞ് കെഞ്ചിയില്ലേ, കെഞ്ചിയിട്ട് കിട്ടാത്തപ്പോഴല്ലേ ഏത് മുടി വ്യാജനായത്. അത് അസത്യമാണ്, ഉള്ളത് പറയണല്ലോ. കെഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ താണ് കേണ് ചോദിച്ചു എന്ന അർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. നമ്മൾ ചോദിക്കൂലേ റസൂലുള്ളാഹിന്റെ മുടിയാന്നുള്ള ധാരണയില്ല. എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത്? സൈർ മുബാറക്കിന്റെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതാണ് പണ്ട് കണ്ണിയത്ത് ഉസ്താദ് വരുന്നത് മുഖം കെടുത്തണേ കണ്ടങ്ങള്. ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തും. അപ്പൊ ഇയാൾ ചോദിച്ചിട്ട് കിട്ടിയില്ല. കിട്ടാത്തപ്പോൾ അയാൾ തിരിച്ചു വന്നു. ഇപ്പൊ ആർക്ക് കിട്ടി? AP ഉസ്താദിന് വീണ്ടും കിട്ടി. അപ്പോൾ ഇവര് പറഞ്ഞു അത് വ്യാജമാണ്. ആർക്കത് മനസ്സിലാക്കാത്തത്? നോക്കൂ നിങ്ങൾ, പണ്ട് കുറുക്കന്റെ കഥ പറയാറില്ലേ? കുറുക്കൻ നല്ലൊരു മുന്തിരിയുടെ കൊല കണ്ടപ്പോ ഒരുപാട് ചാടി നോക്കി, കിട്ടോ നോക്കിയിട്ട് അവസാനം മനസ്സിലായി കിട്ടൂല. അന്ന് കുറുക്കൻ പറഞ്ഞത്രേ ഇത് സനദില്ലാത്ത മുന്തിരിയാണ്, പുളിക്കുന്ന മുന്തിരിയാണ്, അതിന്റെ വേറൊരു ഭാഷയാണ്. അപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് ചോദിച്ചോ, പോയി, കിട്ടിയില്ല. അപ്പോൾ സനദ് വേണമെന്നായി, അപ്പോൾ വ്യാജമായി. ഇതിന് മലയാളത്തിൽ ഹസദ്, അസൂയ എന്നും അറബിയിൽ ഹസദ് എന്നും പറയും. അല്ലാതെ ഒരു രോഗമല്ല.